പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരണവർ നൽകിയ ദിവരഹസ്യങ്ങളെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയിലേക്കു തെല്ലും ദൈവമാണെൻ പാലകൻ. വസതിയിൽ കഴിയുവാനിൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനിൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം. കാതിനങ്ങേ കനിവെളും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടിൽ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരീക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനെന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ
പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം നൽകരുത്, നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത്, അവൻ്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതിയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. ഈ വചനങ്ങൾ കർത്താവ് മലയിൽ അഗ്നിയുടെയും മേഘത്തിൻ്റെയും കനത്ത അന്ധകാരത്തിൻ്റെയും മധ്യേ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരുളി ചെയ്തു. അവിടുന്ന് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല. അവിടുന്ന് 2 കൽപ്പലകകളിൽ ഇവയെല്ലാം എഴുതി എന്നെ ഏൽപ്പിച്ചു. പർവ്വതം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കെ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് സ്വരം കേട്ട് നിങ്ങൾ എല്ലാ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും എൻ്റെ അടുക്കൽ വന്നു. നിങ്ങൾ പറഞ്ഞു, ഇതാ ദൈവമായ കർത്താവ് തൻ്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു. ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും അവൻ ജീവനോടുകൂടി തന്നെ ഇരിക്കുന്നത് ഇന്ന് ഞങ്ങൾ കണ്ടു. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവം ഞങ്ങളുടെ ജീവനായും ദൈവികമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലവണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 12 മുതൽ 18 വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ഞങ്ങൾ അതിരുകടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല. ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും. ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കയ്യെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജീവനേകും ദിവ്യവചനം സ്വീകരിച്ചിടുവാൻ ദൈവമേ ഹൃദയവയലുകളൊരുക്കേണമേ. സാദരം ഞങ്ങളിന്നതു കേട്ടു നാഥാ, ജീവിതത്തിൽ
ഹൃദയത്തിൽ പകർത്താൻ നീ വരം നൽകണേ. ജീവനേകും ദിവ്യവചനം സ്വീകരിച്ചിടുവാൻ ദൈവമേ ഹൃദയവയലുകളൊരുക്കേണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവന്റെ ശിഷ്യന്മാർ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നതെന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കുവാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനെയോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യുവാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾക്ക് നൃത്തമാകുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഇടവക ജനമേ, നേരെ സന്തോഷമുണ്ട് നമ്മുടെ ഇടവകയുടെ സ്വന്തമായ അച്ഛനിവിടെ ആയിരിക്കുന്നതിൽ. ഇന്ന് നമ്മുടെ സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. കൈത്താകാലത്തിലെ ഞായറാഴ്ച, 4ാമത്തെ ഞായറാഴ്ച, ദൈവത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് എങ്ങനെ സാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. ഇന്നത്തെ ഈ സുവിശേഷത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതല്ലതാണ്. പാലസ്തീനയിലെ പുറത്ത് താമസിക്കുന്ന വിജാതീയരായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് വിശുദ്ധ മാർക്കോസ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. യഹൂദ പാരമ്പര്യങ്ങളെ കൂടുതൽ വിവരിക്കുവാനായിട്ട് മാർക്കോസ് സുവിശേഷകൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആ തലത്തിൽ നിന്ന് വേണം നമ്മൾ ഇന്നത്തെ സുവിശേഷവും മനസ്സിലാക്കുവാനായിട്ട്. ഇനി ഈശോ പാരമ്പര്യങ്ങൾ അനുഷ്ഠിച്ചിരുന്നോ അതോ പാരമ്പര്യങ്ങൾക്ക് വിപരീതമായി ജീവിച്ചിരുന്നോ എന്നാണ് നമ്മളുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈശോ പാരമ്പര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണോ അതോ പാരമ്പര്യങ്ങൾക്ക് വിപരീതമായി ജീവിക്കുകയാണോ ചെയ്തത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെ ഈശോ ജീവിച്ചേ? പാരമ്പര്യങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുകയാണോ അതെല്ലാ പാരമ്പര്യങ്ങളും പട്ടം പറത്തിക്കൊണ്ട് പുതിയ പാരമ്പര്യങ്ങൾ ഉണ്ടാക്കുവാനാണ് ഈശോ ശ്രമിച്ചത്? എന്താ ഈശോ ചെയ്തേ? എൻ്റെ പൊന്നച്ചോ, ഈശോ ചെയ്ത കാര്യമല്ലേ അച്ഛൻ പഠിക്കേണ്ടത്? പിന്നെ ഇത് പഠിക്കാണ്ട് ഞങ്ങളോട് ചോദിക്കാൻ വന്നിരിക്കുകയാണോ? എന്ന അച്ഛൻ വായോ, ഞങ്ങൾ കാറ്റഗിസം പഠിപ്പിച്ചു തരാം, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കുക.
നമ്മുടെ ജീവിതത്തിലെ ഈ പരിശീലനം അവസാന നിമിഷം വരെ ജീവിതത്തിന്റെ ഭാഗവുമാണ്. അപ്പൊ ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യം എന്താ? നല്ല അനുഷ്ഠാനങ്ങള് അവൻ അനുഷ്ഠിച്ചിരുന്നു. ഉദാഹരണം പറഞ്ഞാല് ദേവാലയ തിരുനാളിന് അവൻ കടന്നുപോയിട്ടുണ്ട്, സാബത്ത് അനുഷ്ഠിച്ചിട്ടുണ്ട്, സിനഗോഗിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല അനുഷ്ഠാനങ്ങള് അവൻ മുറുകെ പിടിച്ചു. എന്നാൽ ചില അനുഷ്ഠാനങ്ങളില് അവൻ വ്യക്തമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിയമങ്ങളും പാരമ്പര്യങ്ങളും വളച്ചൊടിക്കുന്നവരെ ഈശോ കർക്കശമായിട്ട് എതിർത്തിരുന്നു. പല പാരമ്പര്യങ്ങളും പൂർണ്ണമായി അവനെ എതിർക്കുകയും ചെയ്തു. പിന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിത രീതിയെ ഈശോ പൂർണ്ണമായും വെറുത്തിരുന്നു. അങ്ങനെ നല്ല പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചും അതോടൊപ്പം തന്നെ മനുഷ്യന് ഒരു ഉപകാരമില്ലാത്ത പാരമ്പര്യങ്ങളെ അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്തും കൊണ്ടാണ് ഈശോ ജീവിച്ചത് എന്ന് സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ സുവിശേഷത്തില് 2 വാക്കുകൾ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് അതരം, 2 ഹൃദയം. ഇത് രണ്ടും നമുക്കുണ്ട്, ഇല്ലേ? ഈ ഹൃദയമിടിപ്പില്ലെങ്കിൽ നമുക്കിങ്ങനെ കുത്തിയിരിക്കാനൊന്നും പറ്റില്ലെന്നേ, അല്ലേ? നാവുള്ളത് കൊണ്ടാ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതുപോലെ തുറന്നടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോ ഈ നാവിന്റെ ചലനശക്തിയും ഹൃദയത്തിന്റെ മിടിപ്പും ഉണ്ടാകുമ്പോ വ്യക്തിയെ നമ്മൾ ജീവനുള്ള ഒരു വ്യക്തി എന്ന് പറയും. ഇനി ഈ നാവും ഹൃദയം വെച്ചുകൊണ്ടാണ് കർത്താവ് നമ്മോട് അതിനെക്കുറിച്ച് പഠിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാവിൽ നിന്ന് ഉയരേണ്ടത് സ്തുതികളും ഹൃദയത്തിൽ നിന്ന് കടന്നു വരേണ്ടത് ഒരു ആത്മാർത്ഥതയുമാണ്, അല്ലെങ്കിൽ ഹൃദയ ശുദ്ധിയുമാണെന്ന് ഈശോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒറിജിനലായി മാറുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്ന് പറയുക. നമ്മൾ പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റിന്റെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മളും ചിലപ്പോൾ വാക്കിലും പ്രവൃത്തിയിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയി മാറാറുണ്ട്. അതുകൊണ്ടാണ് ഒരു വൈദികൻ വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ വചനം പ്രഘോഷിക്കേണ്ടത് ആരോടാ? അവനോട് തന്നെയാണ്. ഒരു വൈദികൻ വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവനോട് തന്നെ പ്രഘോഷിച്ചതിന് ശേഷം, അവൻ അതിൽ ജീവിച്ചതിന് ശേഷം ആ വചനത്തെ കുറിച്ച് നാവുകൊണ്ട് പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളും ആരാധന രീതികളും നമ്മെ ആത്മീയമായിട്ട് വളർത്തുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ചിന്തിക്കുന്നല്ലതാ. നമ്മൾ അതരം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അത് ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയായി മാറുമ്പോഴാണ് നമുക്കൊക്കെ അനുഗ്രഹം ലഭിക്കുക എന്ന് ഓർത്തുകൊള്ളുക. നമ്മൾ ഞായറാഴ്ച കുർബാനയ്ക്ക് കടന്നു വരുന്നുണ്ട്. പലപ്പോഴും ചിലരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞായറാഴ്ച കുർബാന വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞായറാഴ്ച കുർബാന ഇല്ലെങ്കിൽ എന്ത് ക്രിസ്ത്യാനി എന്ന് തിരിച്ചു ചോദിക്കാറുണ്ട്. ഞായറാഴ്ച കുർബാന കടന്നു വരുന്നത് അതൊരിക്കലും ഇടവകയെ കാണിക്കാനൊന്നുമല്ല, മറിച്ച് എന്താ, അതെന്റെ വിശ്വാസത്തിന്റെ പ്രഘോഷണമാണ്. അതിലുപരി എന്താ, എന്റെ ജീവിതത്തിന്റെ ഒരു നെടുന്തൂണാണ്. ഒരു യൂണിവേഴ്സിറ്റിയില് ചാൻസലറായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മാഡം ഞങ്ങളുടെ സെമിനാരിയിൽ, ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ വന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഇന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ചാൻസലറായിരിക്കെ ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറഞ്ഞത് ഇങ്ങനെയാ: എന്റെ പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, വൈദിക വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെയൊക്കെ ശക്തി, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ എന്നും ശക്തി ലഭിക്കുന്ന. അതിലേറെ നിങ്ങളുടെ ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയും വചന പ്രഘോഷണവുമാണ് എന്റെയൊക്കെ ജീവിതത്തിലെ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് എന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ സംസാരം, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതരം കൊണ്ട് സംസാരിക്കാതെ, അതരം കൊണ്ട് പ്രാർത്ഥിക്കാതെ, ഹൃദയം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കട്ടെ, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. അവിടെയാണ് നമ്മളൊക്കെ മനുഷ്യരിൽ നിന്ന് ക്രിസ്തുവിന്റെ അനുയായികളായിട്ട് നമ്മളൊക്കെ മാറുന്നത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ദൈവവുമായിട്ടുള്ള ബന്ധം, മനുഷ്യനുമായുള്ള ബന്ധം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംസാരം കൊണ്ട് വ്യക്തിബന്ധങ്ങളെ മുറിക്കാതെ വ്യക്തിബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അവസാനമായിട്ട് സുവിശേഷകൻ പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട് കുർബാനയെ കുറിച്ച്.
നമ്മൾ ഈ അർപ്പിക്കുന്ന കുർബാനയെ കുറിച്ചല്ല കേട്ടോ സുവിശേഷകൻ പറഞ്ഞത്. ഈ കുർബാന എന്ന വാക്ക് കടന്നു വന്നത് അറമായ പദത്തിൽ നിന്നാണെന്ന് നമുക്കറിയാം. അറമായ പദം, ഈ അറമായ ഭാഷ കടന്നു വന്നതോ ഹീബ്രു ഭാഷയിൽ നിന്നാണ്. ഇനി അറമായുടെ ഒരു വകഭേദമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക സുറിയാനി ഭാഷയാണ്. അപ്പൊ ഈ കുർബാൻ എന്ന് പറയുന്നത് എന്താ? പഴയ നിയമത്തിൽ സഹോദരി മനോഹരമായിട്ട് വായിക്കുകയുണ്ടായി ഇല്ലേ? മാതാപിതാക്കളെ നീ അനുസരിച്ചാൽ നിനക്ക് എന്താ ലഭിക്കുന്നേ? എന്താ ലഭിക്കുന്നു? വായിച്ചേ, ദീർഘായുസ് ലഭിക്കും ഇല്ലേ? അപ്പൊ ഞാനും മാതാപിതാക്കളെ അനുസരിക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ചാല്, അതുകൊണ്ടാണ് ഈ സന്യാസത്തിലൊക്കെ ഉണ്ടല്ലോ അനുസരണം ഭയങ്കര വൃത, അതിലൊരു സംശയമില്ല. അപ്പം നമ്മൾ മാതാപിതാക്കളെ അനുസരിച്ചാൽ നമുക്കൊക്കെ ദീർഘായുസ് ഉണ്ടാകുമെന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇത് തന്നെയാണ് ഈശോ പറഞ്ഞു വെക്കുന്നതും. പണ്ട് കാലത്ത് ഒരു കാര്യമുണ്ടായിരുന്നു. ഈ കുർബാന എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പണം അല്ലെങ്കിൽ കാഴ്ചവസ്തു എന്നാണ്. ഇപ്പം മാതാപിതാക്കൾക്ക് ജീവിച്ചിരുന്ന സമയത്ത് വേണ്ടത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കുർബാനായി നൽകിയാൽ മതി എന്ന് അങ്ങനെ ഒരു നിയമം, ഒരു വകഭേദം അവർ നടത്തിയിരുന്നു. എന്തിനു വേണ്ടിയാ? ഒറ്റ കാര്യമുള്ളൂ, ഈസി ആയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി മാതാപിതാക്കളെ നോക്കിയിട്ട് അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകുന്നല്ലതാ. ഇന്ന് കാലത്ത് നമ്മൾ എത്ര പേരാ നമ്മുടെ മാതാപിതാക്കളെ നോക്കുന്നത് ഒന്ന് ചിന്തിക്കുന്നല്ലതാ. ഞാനടക്കമുള്ള വൈദികനായിക്കോട്ടെ, സന്യസ്തി ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ നോക്കുവാനായിട്ട് കടമയുണ്ട്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ, അതെ, അവര് ജീവിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓടി നടക്കുന്ന സമയത്തൊക്കെ അവർ ഒത്തിരി നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാ അല്ലേ? എന്നാൽ അവരുടെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ ഓടിച്ചെല്ലാൻ സാധിക്കാത്തത്? അതിനു പകരം അപ്പച്ച ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം സുഖം പ്രാപിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലേ അപ്പച്ചമാരെ, അമ്മച്ചിമാരെ? നമ്മൾക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ മക്കൾ കൂടെ ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ? അതിനു പകരം പള്ളിയിൽ പോയി നൊവേന ചൊല്ലണം ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല, പ്രാർത്ഥന ആവശ്യമാണ്, അതോടൊപ്പം തന്നെ സാന്നിധ്യവും ആവശ്യമാണ്. അപ്പോ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലൂടെ അനുഗ്രഹം ലഭിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. മാതാപിതാക്കളെ നോക്കാൻ ആളുകളില്ല. പലയിടത്തും മാതാപിതാക്കൾ ഓൾഡ് ഏജ് ഹോമിൽ കഴിയുന്ന ഒരു അവസ്ഥ. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ വചനം മനസ്സിലാക്കുന്നത് നല്ലതാ. ആദ്യമേ തന്നെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാനായിട്ട്, അങ്ങനെ അത് മാതാപിതാക്കളെ സ്നേഹിക്കുവാനായിട്ട്, മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലൂടെ അനുഗ്രഹം ലഭിക്കുമെന്ന് ഈശോ ഓർമ്മിക്കുക. ഈ പാരമ്പര്യങ്ങളെ വലുതായി മുറുകെ പിടിക്കാതെ അതിലും അപ്പുറം എങ്ങനെ ഹൃദയം കൊണ്ട് അപരനെ സ്നേഹിക്കുവാൻ, അതരം കൊണ്ട് ഈശോയെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് കാര്യമില്ല, മറിച്ച് എന്താ, ഹൃദയം കൊണ്ട് ഈശോയെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും രണ്ടും അത് ഹൃദയത്തിൽ നിന്ന് ഉതിരുന്നതാകട്ടെ. അങ്ങനെ കുർബാനയുടെ ഒരു പൂർത്തീകരണം സംഭവിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ ആയി മാറുകയാണ്. എനിക്ക് പണ്ട് എൻ്റെ അപ്പച്ചൻ ചെയ്തിരുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, ഇന്നും ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച കുർബാന കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വിൻസെന്റ് ഡി പോൾ സംഘടനയിലെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പനെ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടേ കാണുള്ളൂ, കാറ്റീസൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ കാണുള്ളൂ. പിന്നെ ഒരു സഞ്ചി തൂക്കി പിടിച്ച് നടക്കുക, ഇടവകയിലെ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുവാനായിട്ട് ആ സംഘടനയോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കപ്പെടുന്നത് എന്താ? അപരനെ എന്തെങ്കിലുമൊക്കെ പകർന്നു കൊടുക്കുമ്പോഴാണ്. ഇന്ന് ഈ അൾത്താരയിൽ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നമുക്ക് പകുത്തു നൽകുന്നില്ലേ? ആ പകുത്തു നൽകുന്നതിന്റെ പൂർണ്ണത കൈവരിക്കുന്നത് എപ്പോഴാ? ഞാനും എൻ്റെ ജീവിതത്തിൽ നിന്ന് അപരനെ പകുത്തു നൽകുമ്പോഴാ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് ഞാനും പകുത്തു നൽകുമ്പോഴാ. അപ്പൻ എന്ന രീതിയിൽ മക്കൾക്ക് സ്നേഹം പകുത്തു നൽകുമ്പോൾ, അമ്മ എന്ന രീതിയിൽ മക്കൾക്ക് സ്നേഹം പകുത്തു നൽകുമ്പോൾ, ഒരു വൈദികൻ എന്ന രീതിയിൽ തന്റെ ഇടയ ഗണത്തിന് സ്നേഹം പകുത്തു നൽകുമ്പോഴാണ് ഒരു വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണം അവിടെ സംഭവിക്കുക. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ആ ഒരു ഉയർന്ന ചിന്തയിലേക്ക് നമുക്ക് വളരാം.
ദൈവം നമ്മെ സഹായിക്കട്ടെ. പാരമ്പര്യങ്ങൾക്കപ്പുറം ആ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന, ആ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹബന്ധം നമുക്ക് പടുത്തുയർത്താം. അങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ, ആ മാതാപിതാക്കളെ ഒന്ന് കൈത്താങ്ങാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുദിനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുമുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പരധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ത്രീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗസൗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയ്യപ്പ പാപ്പയെയും ഞങ്ങളെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ, ഇസ്രായേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. താതനും അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ.
സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസ്മാരും മെത്രാ ബിഷപ്പ്മാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാന സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്താൽ യോഗ്യരാക്കി.
അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂറത്തെ കർത്താവിനെ നന്ദി പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടെ നശിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തികരമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മർദ്ദമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്ക് യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമോ, ന്യായവുമാണതു യുക്തവുമോ, ന്യായവുമാണതു യുക്തവുമോ, ന്യായവുമാണതു യുക്തവുമോ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്മാരിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുഴവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഓശാന ഓശാന അത്യുന്നത
ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ ലിയോ 14 പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുപതിധ്യക്ഷനായ മറാൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവ് ഉപദേശനുമായ പോളി പിതാവിന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിത ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികൾ വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും
അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷിക്തന്റെ തിരുശരീരങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശമിശ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതാഴത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നർമ്മല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാദരക്ഷകനുമായി ശമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിയനവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതു ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉറപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്വസ്ത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കത്ത് വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അവിടുത്തെ സിംഹാസനമായി ബലിപീഠത്തെയും പാപമോചന തിരുശരീരത്തെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ഇതാ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്രമേ, ആരാധനാ പാത്രമേ, ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്രമേ, ആരാധനാ പാത്രമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദികളെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും
പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യം ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരും സ്തുതിക്കുവാൻ ഞങ്ങൾ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നവനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിൽ ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന കർത്താവ് ശിംശയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണം. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ ഞങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളെ വർദ്ധിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഭാരമേറും പാപത്താൽ ഭാരമേറും ജീവിതം എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന
ജീവിതം. വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദ്യർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെയും ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറെ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹിമമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദ്യരുടെ ആജ്ഞയായ മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ഈ പള്ളിയിടവക നെല്ലിശ്ശേരി ജോർജ്, മോളി മകൻ ജിഗീഷ്, എറണാകുളം അങ്കമാലി അതിരൂപത, മേലൂർ പള്ളിയിടവക കുരിശ്ശേരി ജോസ്, LC മകൾ സിജി, ഇവർ തമ്മിൽ വിവാഹിതരാകുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. പരിശുദ്ധ കൃപാവരത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവന്റെ മൈതാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഇന്നേ ദിവസം നമ്മോടൊപ്പം ബലിയർപ്പിക്കുകയും ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ സ്വന്തം ബഹുമാനപ്പെട്ട പോൾ പ്ലാക്കിലച്ചനെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. ഒറീസയിലെ നല്ലൊരു മിഷണറി ആയിട്ട് ജോലി ചെയ്യുന്നു, സെമിനാരി റെക്ടറായിട്ട് സേവനം ചെയ്യുന്നു എന്നതിൽ ഞങ്ങളേറെ അഭിമാനിക്കുന്നു. അച്ഛനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിലെ സ്വസ്ഥ ക്ലീനിങ്ങും വായനയും നടത്തിയത് സെന്റ് ചാവറ യൂണിറ്റാണ്. ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ആഴ്ച നമ്മുടെ പള്ളി ക്ലീനിങ്ങും വായനകളൊക്കെ നടത്തേണ്ടത് സെന്റ് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മിഷൻ ഞായർ ഉൽപ്പന്ന ലേലം ഉണ്ട്. സെന്റ് തെരേസ യൂണിറ്റ് ആണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. 24-ാം തീയതി ഞായറാഴ്ച സെന്റ് തോമസ് യൂണിറ്റിൻ ആണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് വിൻസെന്റ് പീപ്പിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രോഗികൾക്കായുള്ള കുമ്പസാരവും വിശുദ്ധ കുർബാനയും ഒരുക്കിയിരിക്കുന്നതായിട്ട് അറിയിക്കുന്നു. ഇനി വയ്യാത്തവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏത് സമയത്തും ആവശ്യപ്പെടാം.
ഇവിടെ അതിനുള്ള ക്രമീകരണമുണ്ട്. പക്ഷേ ഇതൊരു പൊതുവായിട്ട് നമ്മൾ 3 മാസത്തിലൊരിക്കൽ ക്രമീകരിക്കുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. അടുത്ത ചൊവ്വാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുക അലൻ രാജ് പ്ലാക്കൽ, അൽഫോൺസ മാത്തച്ചൻ. അടുത്ത ശനിയാഴ്ച തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് കുന്നത്ത് പറമ്പിൽ കുഞ്ഞാവ ആനി. ഇനി കഴിഞ്ഞ 15 ഓഗസ്റ്റ് 15-ൻ്റെയും അതോടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തുവാനായിട്ട് നമ്മൾ ഒന്ന് ചേർന്ന് പ്രവർത്തിച്ചു. ആത്മാർത്ഥമായിട്ട് നന്ദി അനുമോദനങ്ങൾ അറിയിക്കുന്നു. 16-ാം തീയതി ഇന്നലെ ബിരിയാണി ചലഞ്ച് നമ്മുടെ മക്കൾ നന്നായിട്ട് ചെയ്തു എന്നുള്ള ഫീഡ്ബാക്കാണ് ലഭിച്ചത്. അത് നടത്തിയ CLC മക്കൾക്കും അതിൽ സഹകരിച്ച എല്ലാവരോടും നന്ദിയും അനുമോദനവും അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം ഇൻവെൻട്രി ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി ഒരു കൈക്കാരന്മാരുടെയും കപ്പ്യാരുടെയും ഓഡിറ്റേഴ്സിൻ്റെയും മതവാദന HM-ൻ്റെയും കൊയറിൻ്റെ പ്രസിഡന്റിൻ്റെയും ഒരു ചെറിയ മീറ്റിംഗ് ക്രമീകരിക്കുന്നുണ്ട്. അത് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇന്നത്തെ കുടുംബ സമ്മേളനങ്ങൾ 3 മണിക്ക് സെന്റ് അൽഫോൺസ യൂണിറ്റ് പള്ളിപ്പാടൻ പൗലോസ് ദേവസി, 4 മണിക്ക് സെന്റ് ചാവറ യൂണിറ്റ് ഇല്ലിക്കൽ സേവിയർ ജോൺസൺ, 5 മണിക്ക് സെന്റ് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് പ്ലാക്കൽ കുഞ്ഞിപ്പൈലൻ വിൻസെന്റ്. നമുക്ക് സമാപന പ്രാർത്ഥനകളായിട്ട് ഒരുങ്ങാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ഞങ്ങളെ പരിപോഷിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കാനും സ്വർഗവാസികളോട് ചേർന്ന് അങ്ങയെ പുകഴ്ത്താനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ സ്തുതിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകമായ ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാനും സ്നേഹത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. മാമോദീസ വഴിനാഥൻ നമ്മൾക്കേകി നവജീവൻ, ദിവ്യനിണത്താൽ ഗാത്രത്താൽ നൽകി വിണ്ണിൻ സമ്പത്തും, തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിൻ സാക്ഷികളായി ജീവിത വീതിയിൽ നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാം സ്നേഹസമൂഹം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിലെങ്ങും നൽകിടുവിൻ. ജീവനേഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സ്തുതി. ഞങ്ങളുടെ ശുശ്രൂഷാന കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. നിരബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോലോ നന്ദികൂടാ.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം അവരെ പാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര നീക്കും. ദൈവമേ, നിന്റെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് കരുണ തോന്നണമേ. നിന്റെ തിരുമുൻപിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ നീ ഓർക്കരുതേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ തിരുകുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ കാരണമായി എന്റെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, മാമോദീസ വഴി നിന്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ നിന്റെ ദാസരെ നിന്റെ അനുഗ്രഹത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ ദിവ്യശരീരം ഭക്ഷിക്കുകയും തിരുരക്തം പാനം ചെയ്യുകയും ചെയ്തവരെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെയും നിന്റെ ദാസർ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ ഹോസ്റ്റലത്തേക്ക് ഇവരെ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, നിന്നോടു കൂടെ വാഴുന്നു. രാവും പകലും വാഴുന്നു. ദൈവം നിന്നിൽ